പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. വിജയാഘോഷത്തിലേക്ക് കടക്കും. ഉച്ചയോടെ മുഖത്താണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുന്നത്. 6ഓളം സ്ഥലങ്ങളിൽ ആഘോഷ പരിപാടികളിൽ ഇരുവരും പങ്കെടുക്കും. MP-ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തിയിരിക്കുന്നു. മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കും. പൊതുസമ്മേളനത്തിൽ വിജയാഘോഷത്തിൽ പങ്കെടുക്കും. വയനാട് MP-ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള ആദ്യ സന്ദർശനമാണ്. സ്വീകരണ പരിപാടികളിലും പൊതുസമ്മേളനത്തിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് തിരിക്കുകയാണ്. ആദ്യം മുക്കത്താണ്. 2 ദിവസം ഇരുവരും വയനാട്ടിലുണ്ടാകും. ആദ്യ പരിപാടി മുക്കത്താണ് നടക്കുന്നത്. അങ്ങോട്ടായിരിക്കും നേരിട്ട് പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആഘോഷത്തോടെ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ ആവേശവും സന്തോഷവും ഉണ്ടാക്കുന്ന പരിപാടികളിലേക്കാണ് കടക്കുന്നത്. ഇന്നും നാളെയുമായിട്ട് വിവിധ ഇടങ്ങളിൽ സ്വീകരണ പരിപാടികളൊക്കെ വലിയ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. MP-ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ വരവാണ്. അത് വലിയ രീതിയിൽ ആഘോഷിക്കാൻ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും തയ്യാറെടുത്തിട്ടുണ്ടാവുക. ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ച് പോയി പാർലമെന്റിൽ ഇന്നലെ മെനഞ്ഞാന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ആദ്യമായിട്ട് ആ വിജയത്തിന് ശേഷം വമ്പൻ വിജയത്തിന് ശേഷം ആദ്യമായി പ്രിയങ്ക ഗാന്ധി വോട്ടർമാരെ നേരിൽ കാണാൻ എത്തുകയാണ്. അത് വലിയ രീതിയിൽ ആഘോഷിക്കാനായിരിക്കും കോൺഗ്രസ് തയ്യാറെടുത്തിട്ടുണ്ടാവുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വിജയാഘോഷ പരിപാടികളിലേക്ക് കടക്കും. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ തന്നെ പോളിംഗ് ഡേ ഉൾപ്പെടെയുള്ള ദിവസം വരെ എത്ര വലിയ ആഘോഷമാണ് വയനാട്ടിൽ നടന്നത് UDF-ൻ്റേത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത്രയധികം ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. അതുതന്നെയായിരിക്കും വിജയാഘോഷത്തിലും ഉണ്ടാവുക. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, കരിപ്പൂരിലെത്തിയിരിക്കുന്നു. വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധിയും ഒപ്പം രാഹുൽ ഗാന്ധിയും തിരിച്ചു അവിടെ നിന്ന് ആദ്യ പരിപാടി എവിടെയാണ്, എന്തൊക്കെയാണ് പ്ലാൻ? ധന്യ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധിയും കരിപ്പൂർ വിമാനത്താവളത്തിൽ അല്പസമയം മുൻപാണ് ഇറങ്ങിയത്. ഇപ്പോൾ മുക്കത്തെ ആദ്യ പരിപാടിക്കായി പോയിട്ടുണ്ട്. ഈ MP-ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായാണ് ഈ പ്രിയങ്ക ഗാന്ധി വയനാട് എത്തുന്നത്. ഇന്ന് 4 പരിപാടികളാണ് ആകെയുള്ളത്. ആദ്യം മുക്കത്തെ പരിപാടിയാണ്. അത് 12 മണി എന്നുള്ളതായിരുന്നു. അത് കുറച്ചുകൂടി വൈകും. ഏതാണ്ട് 1 മണിയോടുകൂടി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കരുളായിലാണ് പരിപാടി ഉള്ളത്. അവിടെ ചെറിയ റോഡ് ഷോയും ചെറിയൊരു പൊതുസമ്മേളനവുമാണ്. പിന്നീട് വണ്ടൂര്, എടവണ്ണ എന്നിവിടങ്ങളിലുമുണ്ട്. ഈ വയനാട് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അതിൽ ദുരിതാശ്വാസത്തിനായി കേന്ദ്ര സർക്കാർ ഒരു ഫണ്ടും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല. ഇതടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് പ്രിയങ്ക ഗാന്ധിക്ക് പറയാനുള്ളത്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ധന്യ, സാജിദ് പറഞ്ഞതുപോലെ അതാണ് ഏറ്റവും പ്രധാനം. ആദ്യ വിഷയമായി കേന്ദ്ര അവഗണനയായിരുന്നു പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നത്. ആ വിഷയത്തിൽ എന്ത് പറയും എന്നുള്ളതാണ്. ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന് നോക്കുകയായിരുന്നു. പക്ഷേ മാധ്യമങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കാരണം 2 ദിവസം ഇവിടെയുണ്ട്. രണ്ടുപേരും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും 2 ദിവസം കേരളത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന പ്രസംഗങ്ങളിലൊക്കെ ആ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാജിദ് അജ്മൽ വീണ്ടും ചേരുന്നുണ്ട്. സാജിദ്, എവിടെയൊക്കെയാണ് ഇപ്പം മലപ്പുറം ജില്ലയിൽ എനിക്ക് തോന്നുന്നു കല്ലായി, വണ്ടൂർ, എടവണ്ണ 3 സ്ഥലത്താണ്. മറ്റ് സമ്മേളനങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവരുടെ 2 പേരുടെയും ഈ വിജയാഘോഷവും ഇല്ലെങ്കിൽ ഈ വരവുമൊക്കെ എത്രത്തോളം ഊർജം, എത്രത്തോളം സന്തോഷം ഉണ്ടാക്കും?
തന്നെ തീർച്ചയായും കോൺഗ്രസിനും UDF-നാകെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വരവ് വലിയ ആവേശം പകരുന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് ഇന്ന് ഈ മുക്കത്തെ പരിപാടി മാത്രമാണുള്ളത്. അതിനുശേഷം അദ്ദേഹം തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ആകെ 4 പരിപാടികളാണ്. ആദ്യം മുക്കത്തുള്ള പരിപാടി, പിന്നീട് നിലമ്പൂർ കരുളായിൽ ഒരു റോഡ് ഷോയും പൊതുസമ്മേളനവും, വണ്ടൂരും റോഡ് ഷോയും പൊതുസമ്മേളനവുമാണ് ഉള്ളത്. ഇന്നത്തെ പരിപാടികളുടെ സമാപനം എടവണ്ണയിലാണ്. അത് ഏറനാട് മണ്ഡലത്തിലാണ് എടവണ്ണ. അങ്ങനെ ഈ വയനാട് ജില്ലയ്ക്ക് പുറത്തുള്ള 4 പരിപാടികളും ഇന്ന് അവസാനിക്കും. പിന്നീട് നാളെ ഈ വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിലായി പരിപാടികൾ, 3 നിയമസഭാ മണ്ഡലങ്ങളിലായി പരിപാടികൾ നടക്കും. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി അടക്കമുള്ള പ്രധാനപ്പെട്ട ടൗണുകളിലായിരിക്കും നാളത്തെ പരിപാടി ഉണ്ടാവുക. ഈ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയങ്ങളിൽ, അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൽ എന്ത് ആയിരിക്കും ഈ പ്രിയങ്ക ഗാന്ധി പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധന്യ. ശരി സാജിദ്.